എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവരെ, ഈ വിനീതൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് സംഘടനകൾ ഇവിടെ ഉണ്ടായി. 100 കൊല്ലത്തിന്റെ ചരിത്രം പറയുന്ന യാത്രകൾ കേരളത്തിലുണ്ട്. ആൾക്കൂട്ടങ്ങളെ സംഘടിപ്പിച്ച് വ്യക്തികളെ പുകഴ്ത്തിയും വാഴ്ത്തിയും ദൈവത്തോളം ഉയർത്തിയും എവിടെ ജീവിക്കുന്ന സംഘങ്ങളുണ്ട്. ജനങ്ങളോടൊപ്പം എന്നാണ് പറയുന്നത്. ആണോ നിങ്ങൾ ജനങ്ങളോടൊപ്പമാണോ? എങ്കിൽ ഈ വിനീതൻ നിങ്ങളോട് ചോദിക്കുന്നു, ഉഖ്രിജത്തിൽ ലിന്നാസ് എന്ന മുസ്ലിങ്ങളെ പറ്റി അല്ലാഹ് പറഞ്ഞിട്ട് ജനങ്ങളോട് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, കാസർഗോഡ് ഉള്ളാളത്തെ ദർഗയിൽ നിന്ന് ആരംഭിച്ച് ചടുലമായി യാത്ര തിരിച്ച് വിവിധ ജില്ലകളിലൂടെ കടന്ന് കാസർഗോഡ് പരിസമാപ്തി കുറിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാതെയാണ് കടന്നു പോകുന്നത് എന്ന് ഈ പെരുമ്പാവൂരിന്റെ മണ്ണിൽ നിങ്ങൾക്ക് വേണ്ടി കെട്ടപ്പെട്ട പന്തലാണിതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഇവിടെ വന്ന് പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി ജനങ്ങളെ ദൈവത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. നിങ്ങൾക്കൊരു ദൈവമുണ്ടെന്നും നിങ്ങൾക്ക് ദൈവദൂതന്മാരുണ്ടെന്നും ആ ദൈവദൂതന്മാർ നിങ്ങളെ സംസ്കാരത്തിലേക്കാണ് നയിച്ചത് എന്നും മനുഷ്യൻ എന്ന സൃഷ്ടി സംസ്കാരം ഉൾക്കൊള്ളേണ്ടതുണ്ടെന്നും ആ പ്രവാചകന്മാർ പഠിപ്പിച്ചു എന്ന് പറയേണ്ടതിന് പകരം നിങ്ങൾ നിങ്ങളുടെ മേന്മ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വിവിധ പേരുകൾ പറഞ്ഞു. അതിനുവേണ്ടി നിങ്ങൾ കൂലി കൊടുത്ത് ഇടതും വലതും വായാടികളെ നിലനിർത്തി. ദുഃഖമുണ്ട്, വേദനയുണ്ട്. കേരളത്തിലെ മുസ്ലിം പണ്ഡിത നേതൃത്വത്തോട്, നവോത്ഥാനം അവകാശപ്പെടുന്ന എല്ലാവരോടും ഈ വിനീതൻ ആവശ്യപ്പെടുന്നു, അടുത്ത ഖുർആനിക വചനത്തോ അല്ല ബാലുശ്ശേരി, അങ്ങനെ ആരാ മനസ്സിലാക്കിയത്? കേരള യാത്ര എന്നാൽ ജനങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം, മുസ്ലിമാണെങ്കിൽ പരിപൂർണമായും ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാനും അമുസ്ലിമാണെങ്കിൽ സൃഷ്ടാവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുമാണ് കേരള യാത്ര. താങ്കൾ ഇതൊന്ന് കേട്ടു നോക്കിയേ. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യർക്കൊപ്പം എന്നതാണ് നമ്മുടെ പ്രമേയം. പ്രമേയത്തിന്റെ ബൃഹത്തായ വിശാലമായ ആഴവും പരപ്പിലേക്കൊന്നും ഈ വിഷയത്തിൽ കടന്നു ചെല്ലാൻ അവസരങ്ങളില്ല. അതൊക്കെ മനസ്സിലാക്കിയ നാം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. മനുഷ്യരെന്ന് പറയുമ്പോൾ വിവേകവും ബുദ്ധിയും നന്മയും സംസ്കാരവും ഒത്തിണങ്ങുന്ന ഒരു ജീവിയാണ്. വിവേകത്തിന്റെ ഒന്നാമത്തെ പാഠം നമുക്ക് അള്ളാഹു തന്ന അറിവിലൂടെ നാം ഒരു സൃഷ്ടിയാണെന്ന് ഉൾക്കൊള്ളുക എന്നതാണ്. ഒരു സൃഷ്ടിയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും ഞാനൊരു സൃഷ്ടിയാണ് എന്നെല്ലാവരും വിശ്വസിക്കേണ്ടതുണ്ട്. സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സൃഷ്ടാവിനെ അവൻ അന്വേഷിക്കേണ്ടതുണ്ട്. ഞാൻ എങ്ങനെ ഒരു സൃഷ്ടിയായി? സ്വയം ഒരു സൃഷ്ടി ആവൂലല്ലോ. അപ്പോൾ ഒരു സൃഷ്ടിയാകാൻ എനിക്ക് സംവിധാനം ചെയ്ത ഒരു സൃഷ്ടാവ് ഉണ്ടാകണമെന്ന് സ്വാഭാവികമായും അവൻ ചിന്തിക്കുകയും ആ വഴിയെ ധാർമ്മികമായി അവൻ സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ സാക്ഷാൽ മനുഷ്യർക്കൊപ്പം എന്ന ധാർമ്മിക ബോധമുള്ള ഒരു മനുഷ്യനായി തീരുന്നത്. അഥവാ മതബോധം, ശരിയായ മതബോധം ഉള്ളപ്പോഴേ നമുക്ക് മനുഷ്യന്റെ കടപ്പാടുകളും കർമ്മങ്ങളും കുറ്റമറ്റ നിലയിൽ പ്രവർത്തിച്ചു തീർക്കാൻ സാധ്യമാവുകയുള്ളൂ. അതിന് ഒന്നാമതായി സൃഷ്ടിയായ ഞാൻ സൃഷ്ടാവിനെ അറിയൽ അനിവാര്യമാകുന്നു. ആ സൃഷ്ടാവ് നമുക്ക് അതിനാവശ്യമാകുന്ന തെളിവുകളും രേഖകളും യുക്തിയും ബുദ്ധിയും പ്രകൃതിയും അതിന് പോസിറ്റീവായി സംവിധാനിച്ചിരിക്കുന്നു. പേശലമല്ലൊരു വസ്തുവും ഉലകിൽ പ്രേക്ഷകരില്ലെന്നാൽ ഇവിടെ എന്തും സൗന്ദര്യമെന്ന് പറയണമെങ്കിൽ അത് ആസ്വദിക്കാൻ ആള് വേണം. ഒരു പ്രഭാഷകന്റെ പ്രസംഗം മനോഹരമാണെന്ന് പറയണമെങ്കിൽ അത് ശ്രവിക്കാൻ ആള് വേണം. ശ്രുതിയും താളവും ഒത്തേ ഗാനം ശ്രോത്ര സുഖം നൽകൂ എന്നുള്ളൂര് പറഞ്ഞല്ലോ. അപ്പൊ ശ്രുതിയും ഗാനവും എല്ലാം ഒന്നിച്ച് ഇണചേർന്ന് ഒരു വലിയ സംവിധാനം, അതാണ് ഇവിടുത്തെ മനോഹാരിത. ഭൂമിയും ആകാശവും വായുവും സസ്യലതാദികളും പുഴകളും തോടുകളും എല്ലാം ഇണങ്ങിച്ചേർന്ന മനോഹരമാകുന്നൊരു പ്രകൃതി. ജീവജാലങ്ങൾ കോടാനുകോടി, നമുക്ക് കണ്ടും കേട്ടും രസിക്കാൻ പറ്റിയ കളകളാരവം മുഴക്കുന്ന പ്രാണികളും പ്രാവുകളും, എത്രയോ പറവകൾ, നമ്മളെ കണ്ണാനന്ദിപ്പിക്കുന്ന എത്രയോ കരജീവികൾ, എത്രയോ കടൽ ജീവികൾ, നമുക്ക് കുടുംബപരമാകുന്ന ബന്ധം നൽകുന്ന മാതാപിതാക്കൾ, നമുക്ക് വാത്സല്യിക്കുവാൻ നമുക്ക് സന്താനങ്ങൾ, നമുക്ക് ചേർത്ത് പിടിക്കാൻ നമുക്ക് സഹോദരങ്ങൾ, ഇതെല്ലാം സംവിധാനിച്ചത് ഏതോ ഒരു അതിവിദഗ്ധനാകുന്ന ഒരു വിചക്ഷണന്റെ
നിരീക്ഷണവും പ്രായോഗികതയുമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതൊക്കെ ആരാണെന്നൊരു ചോദ്യം അവിടെ ഇല്ലേ? അള്ളാഹു പറയുന്നു, നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. നഹ്നു ഖലഖനാകും, നിങ്ങളുടെ സൃഷ്ടാവ് ഞാനാകുന്നു. നമ്മൾ സൃഷ്ടി അവനെ അന്വേഷിച്ച് നടക്കുകയാണ്. ആരാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്? ആ സൃഷ്ടാവ് തന്നെ അക്ഷരം കൊണ്ട് പഠിപ്പിക്കുന്നു, നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. എന്നിട്ട് ആ സൃഷ്ടാവ് പറയുന്നു, നിങ്ങൾ ഈ കാണുന്ന പ്രകൃതിയില്ലേ, ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് മുഴുവനും ആ സൃഷ്ടാവിൻ്റെതാകുന്നു. എന്നിട്ട് ആ സൃഷ്ടാവ് പറയുന്നു, എങ്കിൽ നിങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യരല്ലേ, മനുഷ്യനാകാൻ അവന്റെ കടപ്പാടുകൾ നിർവഹിക്കണം. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നീ ഒരു നല്ല മനുഷ്യനാകാൻ, ലഅല്ലക്കും തത്തഖൂൻ, നീ ഒരു ഉത്തമ ജീവിയാകാൻ, കടമയും കടപ്പാടും സംസ്കാരവും നന്മയും ഒക്കെ ഒത്തിണങ്ങിയ ഒരാളാകണമെങ്കിൽ എന്തു ചെയ്യണം? യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ. മനുഷ്യത്വമുള്ള ആരും ഉൾക്കൊള്ളേണ്ട ഒരു ധാർമ്മികമാകുന്ന ഉത്തരവാദിത്വം സൃഷ്ടാവായ അള്ളാഹു ഏൽപ്പിച്ചു തരികയാണ്. ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ സൃഷ്ടാവിനെ ആരാധിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇവിടെ ജീവിക്കാൻ. നിങ്ങൾ കഴിക്കുന്ന അന്നവും നിങ്ങൾ കുടിക്കുന്ന വെള്ളവും നിങ്ങൾ ശ്വസിക്കുന്ന വായുവും നിങ്ങൾക്ക് ലഭിക്കുന്ന വെളിച്ചവും എല്ലാം തന്ന ഒരുത്തനുണ്ട്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ. എത്ര മനോഹരമായിട്ട്, ശാസ്ത്രീയമായിട്ട്, താത്വികമായിട്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് കണ്ണടച്ച് കാതടച്ച് ഞാൻ പറയുകയല്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി താത്വികമായും ശാസ്ത്രീയമായും നിങ്ങൾ ചിന്തിക്കുമ്പോ ഈ കണ്ട അനുഗ്രഹങ്ങൾ മുഴുവനും തന്ന ഒരുത്തനോട് നിങ്ങളൊരു കടമ കാണിക്കൽ അനിവാര്യമല്ലേ? അതിനാണ് നിങ്ങളെ മനുഷ്യനാക്കിയത്, അതിനാണ് നിങ്ങളെ ബുദ്ധിയുള്ളവനാക്കിയത്, അതിനാണ് നിങ്ങളെ ധാർമ്മികതയും കടപ്പാടുമുള്ളവനാക്കിയത് എന്ന് സത്താവായ അള്ളാഹു നമ്മളെ ഉത്ബോധിപ്പിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ ഉത്ബോധനം കേട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസാ വഹിച്ച് അവൻ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ലഇൻ ശക്കർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദിയുള്ളവരായി ജീവിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നൽകും. ഈ കടപ്പാട് നമ്മെ പഠിപ്പിച്ചത് മനുഷ്യന്റെ ആദിമ ജന്മം, ആദിമ മനുഷ്യൻ, ആദി പിതാവായ ആദം നബി അലൈഹിസ്സലാം നമ്മളോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനുഷ്യനാണോ ഞാൻ സൃഷ്ടിയാണോ? ഒരു സൃഷ്ടാവ് വേണം. ഒരു സൃഷ്ടാവേ ആകാൻ പാടുള്ളൂ. ആ സൃഷ്ടാവായതുകൊണ്ടാണ് സംഘട്ടനങ്ങളും സംഘർഷങ്ങളും പോരുമില്ലാതെ പ്രപഞ്ചം ഇവിടെ സുസ്ഥിരമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ സൃഷ്ടാവിനെ ആരാധിക്കണമെന്ന് അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. സമസ്ത എന്ന പ്രസ്ഥാനം മുന്നിൽ വെക്കുന്ന ആദർശ ധീരത ഈ മഹത്തായ ഏക ഇലാഹി ബോധമാണ്. എന്നാലേ മനുഷ്യൻ കടപ്പാടുകൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ അവനിക്ക് ഒരു നിരീക്ഷകനുണ്ടെന്നും അവന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നവനുണ്ടെന്നും അവൻ പറഞ്ഞതിന്റെ അപ്പുറം പ്രവർത്തിച്ച് കൊള്ളയോ കൊള്ളിവെപ്പോ കൊലപാതകമോ നടത്തിയാൽ അതിന് ശിക്ഷിക്കുവാൻ ആളുണ്ടെന്നും ഉള്ളൊരു ബോധം മനുഷ്യനുണ്ടെങ്കിലേ മനുഷ്യൻ മനുഷ്യനാവുകയുള്ളൂ, മനുഷ്യൻ നല്ലവനാവുകയുള്ളൂ.